ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങളൊരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ എങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നേ ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് എന്നേ ഞാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് എങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയുന്നത് മാത്രമേ പറഞ്ഞു. എന്നെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തും ഒരിക്കലുമില്ല. അതൊരു ശുദ്ധ എന്താ പറയുക, ശൂന്യമായ മനസ്സുകൊണ്ട് പറഞ്ഞു. സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാനൊക്കെ അല്ല, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ, ഞാനിപ്പോൾ ഒരു മലയാളത്തിലെ വാക്ക് ഇങ്ങനെ ടിടിക്ക് വേണ്ടി പഠിയുണ്ട്. ഇല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നില്ല. ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കും, അങ്ങനെയുള്ളൂ. ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ്. ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യിക്കാൻ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അധികാരം. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ, ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളിൽ ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 മമ്മിലാണ്. അപ്പൊ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒരു ആഗ്രഹത്തിലൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം. വേണ്ടേ? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇവരെല്ലാരും ബൈക്കായിട്ട്, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് സിനിമ അല്ലേ? അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നാടകങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്ന എനിക്കറിവുണ്ടായിരുന്നു. അടുത്തകാലത്ത് ജനിച്ചവരാണ്. അത്ര പരിപാടി സിനിമയിൽ ആ കഥാപാത്രത്തിന് ഒരു മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട്. അത് പക്ഷെ നമ്മളിവിടെ നിന്ന് ഇപ്പൊ പറഞ്ഞാലും, നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാർ വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ കഥാപാത്രങ്ങൾ, അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകരിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുതൽ. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ. അതൊന്നും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ്, അവരുടെ തീരുമാനം.